അടിപൊളിയാക്കി തരാ ചേട്ടാ. നമുക്ക് ആരും തരാണ്ട് അങ്ങാടല്ലോ പോണം, അങ്ങാട് പോണല്ലോ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആരോടെങ്കിലും പറയാറുണ്ട്. പിന്നെ തല്ലിക്കൊള്ളു എനിക്കും ഞാൻ വിനോദ അങ്ങോട്ട് അവനവിടെ ഒറ്റക്കിറക്കി ആകെ ഒരുപാട് തമ്മ താങ്ങുമ്പേ ഇവൻ അതനുസരിച്ച് മോതന്നെ എടുക്കുന്നുണ്ട്. അല്ല ഇവനൊന്നും വീട്ടിലോട്ടൊക്കെ വേറെ ഒന്നുമില്ല. പതിനൊരു വീട്ടിൽ കിടന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് ബെഡ്റൂമിൽ കയറി അത് അതിന് മുമ്പുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവന് കഴിവില്ല. പീസാക്കണോ ചേട്ടാ? എത്ര പീസാക്കണോ? എല്ലാവരും ഓടിച്ചാലും വലിയ താല്പര്യമൊന്നുമില്ല. പറഞ്ഞിട്ട് അത് ആ വഴിക്കേ പോകുള്ളൂ. മരണം തന്നെ അപ്പൊ ഇവര് പറഞ്ഞ് ചിലപ്പോ ജോലി നമുക്ക് നോക്കാം. കാരണം നിർബന്ധിക്കല്ലോ, അതിന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കണം. കുറച്ച് ദിവസം മടിക്കാണ്ടിരിക്കും. അത് സംശയം പോയി നല്ലതൊന്നുമില്ല. ും നേരത്തെ നേരമുള്ളവർ കണ്ടുപിടിച്ചാലൊന്നും ആ അപ്പത്തിന് ഒരു ദിവസം കുഴപ്പമില്ല. ചേട്ടാ കയ്യിലെ ഇന്നലെ നല്ലതല്ലേ സംശയം പറയണത്. ചേട്ടൻ നിന്ന് ഒരു ദിവസം ചേച്ചിക്കൊന്ന് ഒരു സംശയം വന്ന് ജോലിക്ക് എനിക്ക് ഇത്ര പ്രായം എന്നെ വിട്ടു മാറിയപ്പോ നീ അവിടെ ജോലിക്ക് പോയിട്ട് മറ്റേ ഒരു ചോദ്യം ചോദിച്ചു നോക്കിയേ, അത് പൊലിയാവും. അന്നാ ചേട്ടൻ ദേഷ്യപ്പെട്ടത് ഒരു അടിയും കൊടുത്തു പോയി. അപ്പൊ ഒരു സങ്കടം തരത്തിലുണ്ടോ? അന്ന് കഴിഞ്ഞിട്ട് പിറ്റേന്നത് ആള് മുകളിലേക്ക് കഴിക്കില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് പോലും കഴിക്കൂല. പോക്കർക്കാർ കാണിച്ചിട്ട് അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇത് മര്യാദ ചെയ്യുന്നവരൊക്കെ സംശയം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മതി. ഇടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇടിയൊന്നുമല്ല. മൂട്ടിയിലൊക്കെ പൈപ്പിന്ന് പറയുന്നത് കരണ്ടേക്ക് കയറിയോ ഇവര് അന്ന് ആരും ചോദിക്കാനുള്ള വെള്ളം ഭാര്യമാരെ തല്ലി അരി അന്ന് നടന്നമാരൊക്കെ ഇടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇടി കണ്ടേക്കണ നമ്മുടെ അത് ആ ഒരു അതെ നമ്മളിനെ പേര് വിളിക്കുന്നില്ല. അമ്മക്ക് അപ്പൊ നമുക്കൊരു